ഇന്നലെ രാത്രി പാപ്പൻ എന്തുകൊണ്ട് പേടിച്ച്. പാപ്പൻ പറയുന്നത് ചാത്തമാരാന്നാ. അപ്പം തുടങ്ങിയത് ഈ പനി. ആദ്യം ഞാൻ വിചാരിച്ച് പാപ്പൻ വെറുതെ പറയായിരിക്കുന്നു. പക്ഷേ ഈ മുട്ട കിട്ടിയപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. രക്ഷപ്പെട്ടെന്ന് കരുതിക്കോളൂ. കണ്ടില്ലേ, കൊടിയ പ്രയോഗ ചെയ്തിരിക്കണേ. മുട്ടയിൽ കൂടോത്രം, അതും ചാത്തൻ സേവ. എന്താ സുനിയ നീ കണ്ടേ? ഇരുട്ടില് 2 കുട്ടിച്ചാത്തന്മാര്. ഇത് സേവ തന്നെ, ഉറപ്പിക്കാം. ചാത്തന്മാർ നേരിട്ട് വന്ന് ചെയ്തുകൊണ്ട് കേമന്മാരായിരിക്കും ചെയ്തത്. അല്ല പണിക്കര, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? മുട്ടയിൽ എഴുതിയിരിക്കണത് എനിക്ക് വലിയ വശമില്ല. സംസ്കൃതല്ല, വേറെ ഏതോ ഭാഷയാ. ഉണ്ണി പേടിക്കണ്ട, ഒക്കെ ശരിയാക്കാം. ശക്തൻകുളങ്ങര ദേവീ ക്ഷേത്രത്തിലേക്ക് ഒരു കോഴി അങ്ങോട്ട് നേരുക. ഒക്കെ അമ്മ കാക്കും. ദേവി എന്നാ ശരി പണിക്കരെ, എന്നാ അങ്ങനെ ആവട്ടെ. ഓ പാപ്പാ അതൊക്കെ. അച്ഛൻ പറഞ്ഞ പരിഹാരക്രിയൊക്കെ ചെയ്യണം. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. ചാത്തനെ മോളുടെ മുറിയുടെ അടുത്തുനിന്നല്ലേ കണ്ടത്? അതെങ്ങനെ മനസ്സിലായി എന്നായിരിക്കും. അറിയാം. അതുകൊണ്ട് തന്നെ ചാത്തൻ നോട്ടിട്ടിരിക്കുന്നത് സുനിയേട്ടനെ അല്ല, പിന്നെ മോളെ. മോളെയോ? എന്റെ മോക്കെന്തേ പറ്റൂ പണിക്കരുട്ടി? മോക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ ചാത്തന്മാരത്ര പ്രശ്നക്കാരൊന്നല്ല. എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്താ ഇപ്പൊ ഒരു പ്രതിവിധി പണിക്കരെ? ഒരു പ്രതിവിധി ഉണ്ട്. ഈ സ്കൂൾ തുറക്കുന്നത് വരെ മോളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നല്ലത്. അതുവരെ അവന്മാർ ശല്യം ഉണ്ടാവില്ല. അവന്മാരാ? അല്ല, ചാത്തന്മാര്. അങ്ങനെങ്കിൽ അങ്ങനെ. എന്റെ മോക്കൊന്നും പറ്റരുത്. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. പാപ്പാ മൂപ്പർക്ക് എന്തെങ്കിലും ഒന്ന്. അയ്യോ വേണ്ടായിരുന്നു. അല്ല വാങ്ങിക്കോളൂ. ഞാൻ കുറച്ച് ഉണ്ടാക്കും. എന്തായാലും കരിവാരി തേച്ചോണ്ട് നന്നായി. ആരും കണ്ടിയില്ല. ആരെ കണ്ടീനപ്പോൾ എന്താക്കിയനി? അപ്പോൾ ഇനിയുമായിരുന്ന ഐഡിയ ആയിട്ട് വന്നാലുണ്ടല്ലോ. എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല, കഴിച്ചായി. അവളെ പുറകെ ഇനി മാത്രമല്ല വേറെയും ചാത്തന്മാരുണ്ട്. അല്ലടാ, അന്ന് ശരിക്കും മൂപ്പർക്ക് മനസ്സിലായിണ്ടാവോ? പിന്നെ കരുതച്ചാൻ്റെ ഉമ്മാക്കന്നെ അവനെ കണ്ടാൽ മനസ്സിലാവില്ല, പിന്നെ മൂപ്പർക്ക്. ഡാ കുട്ടേട്ടെ, എന്താടാ വല്ല ബാങ്കും കൊള്ളടിക്കാൻ വേണ്ടി പ്ലാൻ ഇടാണോ? ഞങ്ങൾക്ക് പറ്റാ പരിപാടി ഒന്നുമില്ല കേട്ടാ. ശരി ശരി, എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചോ. നാട്ടിലെ ചാത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ചാത്തനോ? ആ ചാത്ത, 2 ചാത്തന്മാർ. സുനിപ്പാപ്പ ഇന്നലെ കണ്ട് പേടിച്ച് വീണ്. ഞാനും മൂപ്പരും കൂടി ഇപ്പോൾ പണിക്കരെ കണ്ടുവരിക. പണിക്കരെന്ത് പറഞ്ഞിട്ട്? പണിക്കര് കുറച്ച് പരിഹാരങ്ങൾ പറഞ്ഞു തന്നു. പക്ഷെ മൂപ്പര മോൻ പറയുന്നത് മോളെ കുറച്ച് നാട്ടിൽ മാറ്റിയെടുത്താണ്. എന്നിട്ട് ഒരു പൂവാണോ? ആ ഒരാളെ പോവാ. എന്താ ചെയ്യാനാ? എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചോളി. രാത്രി അധികം പുറത്തിറങ്ങി നടക്കാൻ നിൽക്കണ്ട. എന്നാ ശരിടാ. പന്നി ചാമ്പ്യടാ, ഒരു ചാത്തനും കൂടോത്രവും അവള് പറ്റിച്ചാ. പോയിട്ടൊരു പണി കൊടുക്കണം. നിങ്ങൾ പണിയെടുത്തോടത്തോളം മതി. നാളെ അവള് പോവാ. എന്തേ ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ ചെയ്യണം. എടാ സ്കൂൾ തുറന്ന് നോക്ക്, വേറെ ചെക്ക് സെറ്റാവും. അതിന് പിന്നെ നല്ലൊരു പ്ലാൻ സെറ്റാക്കാൻ നോക്ക്. നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കിയെടുത്തോളൊക്കെ മതി. നിങ്ങൾ പ്ലാൻ കാരണം ഇറ്റാലൊക്കെ ഉണ്ടായത് തേങ്ങ. അങ്ങനെയല്ലടാ, ഞാളെൻ്റെ കൂടെ ഒക്കെ തന്നെ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇത്ര സീനാന്ന് വിചാരിച്ചില്ല. ഞാൻ എൻ്റെ ദണ്ണം കൊണ്ട് പറഞ്ഞാടാ, എനിക്കറിയാം. ഒക്കെ എൻ്റെ പേടിയോണ്ടാ. എന്തായാലും അവളോട് നേരിട്ട് പറയാൻ പോവാ. എല്ലാത്തിനും തീരുമാനമാവില്ല. അതിന് നോക്കിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ? അത് സാരില്ലടാ, ഞാൻ എന്തായാലും നേരിട്ട് പറഞ്ഞില്ലല്ലോ. ഇത് അങ്ങനെയാണെങ്കിലേ ഇന്ന് പാട്ട് ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് പറയാം. ഇനി എന്നാ മുത്തേ പറയാൻ പോന്നേ? ഞാനുള്ള കാര്യമായിട്ട് പറയൂ. എനിക്കിഷ്ടമാണ്. ഓക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഓളും പറയട്ടെ.
ഓള് വരുന്നുണ്ട്. എടാ മുത്തോ, നീ ഒരു കാര്യം പറ, ഞാളിവിടെ ചെല്ലിപ്പോ. ഒന്ന് നിൽക്കുമോ? ഒരു കാര്യം പറയണ്ടേ? അന്ന് പറഞ്ഞ കാര്യമാണോ? ആ അതന്നെയാ. അതിനുള്ള റിപ്ലൈ ഞാൻ അന്നേ തന്നാണല്ലോ. അങ്ങനെയല്ലത്. എന്നോട് നേരിട്ടെന്ന് പറയണേ. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്കെന്നെ ഇഷ്ടമല്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എൻ്റെ മുഖത്തേക്ക് പറയണമെന്നുണ്ടേ. അതാ ഞാൻ നേരിട്ട് വന്നത്. ഈ എന്തിനാ ഇന്നലെ രാത്രി വീട്ടിൽ വന്നേ? ഞാനോ? വന്നില്ലെന്ന് കള്ളൊന്നും പറയണ്ട. ഓടിപ്പോകുന്നത് ഞാൻ കണ്ടതാ. പിന്നെ ഒരു പ്രശ്നമാക്കണ്ടെന്ന് കരുതി പറയാതിരുന്നതാ. ഞാനല്ല. എന്തിനാ ഇന്നലെ ആ വേഷമൊക്കെ കെട്ടി വന്നേ? അല്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയാ, അതാവുമ്പോ ഈ പെട്ടെന്ന് പറഞ്ഞോളല്ലോ. ആ കരിമൊത്ത് വാരി തേച്ചിട്ട് തകിടാടെ കുച്ചിട്ടാല് എന്നെ സെറ്റാക്കാൻ പറ്റുന്ന പണിക്കര് പറഞ്ഞ്. അതുകൊണ്ടാ ഞാൻ. എന്നിട്ട് ഞാൻ സെറ്റായോ? അതിനാ തകിടാടെ കുച്ചിടുമ്പോഴത്തേക്ക് ഫുള്ള് സീനായില്ലേ? അല്ലെങ്കിൽ ഞാൻ സെറ്റായനെ. നിനക്കെന്താ പ്രാന്തുണ്ടോ മുത്താറെ ഇങ്ങനൊക്കെ ചെയ്യാൻ? നിനക്ക് എന്നെ അത്രയ്ക്കും ഇഷ്ടാ? എൻ്റെ ഉമ്മയാണെ പടച്ചവനാണെ എനിക്കെന്നെ പെരുത്തിഷ്ടാ. എങ്ങനെ എന്നെ പറഞ്ഞത് മനസ്സിലാക്കണ്ടെന്നാ എനിക്കറിയാം. എന്നീ ചാത്തനും കൂടോത്രൊന്നും കൊണ്ടു നടക്കണ്ട. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കട്ടോ? ആദ്യം പോട്ടെ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വേനു, എന്നാൽ എത്ര പ്രശ്നം ഉണ്ടാവില്ലേനു. അതിനെങ്ങനെയാ വളർച്ച പേടിയല്ലേ പോയതിന്. ഇനിയിപ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ വാവേട്ടൻ്റെ ഭാവിയും തകർത്ത് ഇന്റെ പെണ്ണിനെ സെറ്റേക്ക് പോകാൻ വിചാരിച്ചോ? ഇത് റിയൽസ് ഒക്കെ സാടാ ഏട്ടാ. അടിച്ചൊട്ടിക്കല്ലാത്തിനെ കാലേ ഇനി ഒരു തന്നെ ഇവിടെ ഫുട്ബോൾ കളിക്കണ്ട. പ്ലാൻ ബി. ഓടിക്കോ!